ഹായ് മക്കളെ, കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മാമലക്കണ്ടത്തിലോട്ടാണ് കേട്ടോ. മഴക്കാലമൊക്കെ ആയതുകൊണ്ടേ മാമലക്കണ്ടത്തിലേക്ക് ട്രാവൽ സൂപ്പർ ആയിരിക്കും അല്ലേ. ചെറിയ മഴയത്ത് ആ കാട്ടിക്കൂടെയുള്ള യാത്രയും പ്രത്യേകിച്ച് മാമലക്കണ്ടത്തിലെ ഗവൺമെൻറ് സ്കൂളുണ്ടല്ലോ, അത് കാണാൻ മഴക്കാലത്ത് പ്രത്യേക കാണാം. ബാക്ക് സൈഡിലെ ആ വെള്ളച്ചാട്ടമൊക്കെ അതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇത് ഈ കാണുന്നതാണ് കുട്ടമ്പുഴ. നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഇൻട്രോ എടുത്തത്. ഈ കുട്ടമ്പുഴയുടെ അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പം കുട്ടമ്പുഴയുടെ സൈഡിൽ നിന്ന് നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഏതായാലും മറ്റേ ആകാശത്തുനിന്ന് കേട്ടോ എന്നാ മഴക്കാറാന്ന് നോക്കിയേ, അടിപൊളി മഴയാണ് വരുന്നത്. അപ്പം അങ്ങോട്ടും ഇന്ന് ഫുള്ള് മഴ പ്രതീക്ഷിക്കാം കേട്ടോ. വഴി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, പോലീസുകാരൊക്കെ. ഇതാണ്ടോ എക്സൈസ് ആണെന്ന് തോന്നുന്നു. പോലീസുകാർ എക്സൈസുകാരാണ്. എക്സൈസുകാരുടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. മഴ ചെറുതായിട്ട് വീണ് പൊടിയുന്നുണ്ട് നന്നായിട്ടല്ലേ. ഇതാണ്ട് റൈറ്റ് സൈഡിലാണ്ട് ഓഡിറ്റോറിയമാണ് കേട്ടോ. രണ്ട് കല്യാണമുണ്ട്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്താണ് കഴിഞ്ഞത് കേട്ടോ. ഞാനത് ഓഡിറ്റോറിയമാണ് ഗ്രാമം. ഇവിടെ ബാറൊക്കെ ഉണ്ട് കേട്ടോ. പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയൊരു ഗ്രാമപ്രദേശമാണെങ്കിലേ പെട്രോൾ പമ്പും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യ കടകളും. ഇവിടെ അടുത്തുള്ള ഒരു അത്യാവശ്യം നല്ല വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂറാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളവിടുന്ന് വന്ന പെരുമ്പാവൂർ കൂടിയാണ് വന്നത്. ഇവിടെ ഹോട്ടൽസും ഒക്കെ ധാരാളമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് ചെല്ലും തോറും ഹോട്ടൽ സെറ്റിനൊക്കെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. കുട്ടമ്പുഴയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്താണ് പോകേണ്ടത് നമുക്ക്. ഈ റൈറ്റ് അല്ലേ കേട്ടോ. ഈ റൈറ്റ് നമ്മൾ കയറിയാണ് പോകുന്നത്. മൂന്നാർ, അടിമാലി, മാമലക്കണ്ടമൊക്കെ. മൊത്തം മലക്കപ്പാറ മാമലക്കണ്ടം ചെല്ലുമ്പോഴത്തേക്ക് അത്യാവശ്യം മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട്. നല്ല മഴയുണ്ടെങ്കിൽ രസമായിരിക്കും. ആ റൈറ്റ് സൈഡിൽ കണ്ടോ മഴക്കാർ ഇങ്ങനെ കീറി വരുവാണ്. നല്ല മഴക്കാറ്. വിമല പബ്ലിക് സ്കൂൾ കുട്ടമ്പുഴ. സൺഡേ ആണ്, പിള്ളേരൊക്കെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പോകുന്നു. ചേച്ചി ഇപ്പൊ ഒരു 5:30 പ്രതീതിയാണ് കേട്ടോ. തട്ടേക്കാട് ലെഫ്റ്റ് കാണാം. തട്ടേക്കാടാണ്. ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. തട്ടേക്കാട് ഭക്ഷ്യസങ്കേതം. ഇങ്ങോട്ടൊക്കെ റബ്ബർ കൃഷി അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മുടെ കോട്ടയത്തെ പോലെ അടിപൊളി വീടല്ല റബ്ബർ തോട്ടത്തിനിടയ്ക്ക്. ഇവിടെ സൈഡിൽ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. റബ്ബർ തോട്ടമാണെങ്കിലേ നമ്മൾ പറഞ്ഞ പോലെ മഴ വന്നു കേട്ടാ. അത്യാവശ്യം നല്ല മഴയാണ് പെയ്യുന്നത്. ഇപ്പൊ പെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞാൽ 12:45 ഉള്ളൂ. മഴക്കാറ് കാരണം കണ്ട ഈവനിങ് ആയിരിക്കുന്നു. ഏതായാലും നമ്മൾ മഴയുണ്ടെങ്കിൽ ഇവിടെ യാത്രയ്ക്ക് ഒരു രസമുള്ളൂ. അതായത് ഈ കാട്ടിക്കൂടെ പോകുമ്പോഴേ ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസം. നമ്മൾ എൻജോയ് ചെയ്ത് പതുക്കെ അങ്ങ് പോവുക. വെളിയിൽ നല്ല മഴ. ഈ കാട്ടിലോട്ട് കയറുമ്പോഴേ വന്യജീവികളൊക്കെ കാണുന്നതിനുപരി നമ്മളെ വന്യജീവികളെ എക്സ്പെക്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ. ആനയെ കാണുന്നു, കുരങ്ങനെ കാണുന്നു. കുരങ്ങനെ പിന്നെ ആനയെ കാണുന്നത് വളരെ റയറായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകാൻ പറ്റുന്നത് ലക്കിന് കിട്ടുന്നതാണ് സൈറ്റിംഗ് അല്ല. പക്ഷെ അതിനുപരിയായിട്ട് നമ്മൾ ഈ കാട്ടിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് കാടിലൊക്കെ ആസ്വദിച്ച് പോകുന്നത് പ്രത്യേക രസമാണ്. നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറി വഴി ചെറിയ വഴിയാണ്. തേക്ക് മരമാണ് തോന്നിക്കുന്നത് അല്ലേ. എന്ത് മരമാണോ? കൂടുതലും തേക്കൊക്കെയാണ്. ഈ മരത്തിൻ്റെ സൈസ് കണ്ടോ, എത്ര വർഷം പഴക്കം ഉണ്ടായിരിക്കുമല്ലോ എന്നിട്ട് ആ മരത്തിനൊക്കെ. ചെറിയ വഴിയാണ്. വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പമില്ല. ചില ഭാഗത്ത് സൈഡ് എടുക്കാൻ പാടാണ്.
ഈ മരം കണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്, എന്നാ വലിയ മരം നോക്കിയാൽ വേരൊക്കെ. നല്ല മഴയാട്ടോ വെളിയിൽ. വണ്ടി വരാം. ഈ മരത്തിനൊക്കെ നല്ല സൈസുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് തിരിക്കുന്ന മരങ്ങളാണ് എല്ലാം നല്ല നല്ല പഴക്കമുള്ള മരങ്ങളാണേ. ഈ ഒരു മരം കണ്ടോ, അയ്യോ എന്നാ ആ വീടൊക്കെ ഉണ്ടോ, എന്നാ സൈഡാന്ന് തോന്നി. നമ്മൾ മാമലക്കണ്ടത്തിലോട്ടുള്ള വഴിയിലോട്ട് കയറി കേട്ടോ, മെയിൻ റോഡിൽ നിന്ന്. ഈ വഴി പെട്ടെന്ന് കാണത്തില്ല, ബോർഡ് വെച്ചിരിക്കുന്ന വളരെ ചെറുതായിട്ടാണ്. ഈ വഴി ഭയങ്കര ചെറിയ വഴിയാണ് കണ്ടോ, കോൺക്രീറ്റ് വഴിയാണ്. ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ഇവിടുന്ന് 8 കിലോമീറ്റർ പോകണമെന്നാണ്, നേരെ തന്നെ പോകണമെന്നാണ് പറയുന്നത് ഗൂഗിളിൽ. ഇവിടെ ഒരു കടയൊക്കെയാണ്, ചെറിയൊരു കടയൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇവിടുത്തെ വഴി കുറച്ച് മോശമാണ് ഇങ്ങോട്ടുള്ളത്. നമ്മൾ മുമ്പേ വഴി തെറ്റിപ്പോയായിരുന്നു ഗൈസ്. ആ ചെറിയ ബോർഡ് കണ്ടില്ല, ഞാൻ റിട്ടേൺ വരുമ്പോഴത്തേക്കും കാണിക്കാൻ ആ റൂട്ട് എങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ കുറേ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ആ ബോർഡ് നമുക്ക് ക്ലിയർ അല്ല. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വളരെ ചെറിയ ബോർഡാണ്. കൂടുതലും തേക്ക് മരമാണ് കേട്ടോ. ഇവിടെ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് കോൺക്രീറ്റ് വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, അവിടെ വരെ ഉള്ളതെന്ന് തോന്നുന്നു. ഓ, ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല കട്ടറുണ്ട്, നല്ല കട്ടറുള്ള വഴിയാണ്. കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അയ്യോ, ഇവിടെ മാമലക്കണ്ടം അടിമാലി മൂന്നാർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ വീടൊക്കെ കാണുന്നുണ്ട്. ഇത് അവിടെ താമസക്കാരുണ്ടോ ഇല്ലയോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇവിടെ ആരെയും വഴിയിലും കാണാനില്ല. ട്രൈബൽസിൻ്റെ ഒക്കെ വീടായിരിക്കണം. നമ്മൾ മുമ്പ് അവിടെ നിന്ന് മെയിൻ റോഡ് നേരെ പോയി. മാമലക്കണ്ടം എന്നുള്ള വഴി അറിയത്തില്ലായിരുന്നു. ഐ മീൻ ബോർഡ് വെച്ചിരിക്കുന്നത് കാണാത്തതുകൊണ്ട് മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണമായിരുന്നു. അത് വെച്ചിരിക്കുന്ന കോമഡിയാണ്. ആകെപ്പാടെ ഫുള്ള് പച്ചപ്പാണ്. അതിനിടയ്ക്ക് ഒരു മരത്തേൻ്റെ ഒരു പച്ച ബോർഡിൽ ചെറിയൊരു പച്ച ബോർഡ്. ആ പച്ച ബോർഡ് അവിടെ കാണത്തുമില്ല. ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കുണ്ടല്ലോ വഴി പെട്ടെന്ന് തെറ്റും. കാരണം വണ്ടി വരുമ്പോഴത്തേക്ക് സൈഡ് കൊടുക്കാൻ പാടാണ്. കാരണം വണ്ടി വരുമ്പോഴത്തുള്ള പ്രശ്നം ഇതാ, ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ഇടയേ ഉള്ളേ. ബൈക്കിനൊക്കെ വരാൻ സുഖമാണ്. ഒരു ഫാമിലി അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ വലിയ തിരക്കില്ലാത്തത് തന്നെ നല്ല കാര്യം കേട്ടോ, നല്ല കാര്യം. ആവശ്യത്തിനുള്ള തിരക്കുകളൊക്കെ ഉണ്ട്. ഒരു ഫാമിലിയാണ്, ഫോട്ടോഷൂട്ടാണ്. KL05 ആണല്ലോ, AC 3000. കോട്ടയംകാരുടെ വണ്ടിയാണല്ലോ. വീഡിയോ അത്യാവശ്യം ഷേക്ക് ആകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര കട്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് മുട്ടിന് കുഴിയാണ്. ഇവിടെ ചെറിയൊരു വെള്ളരുവി. വാട്ടർ സർവീസ് ചെയ്യുക, ടയറിന് മാത്രം. മൂന്നാർക്കൊക്കെ പോകേണ്ടവർക്ക് ഈ റൂട്ടിൽ വരാം കേട്ടോ, പ്രത്യേകിച്ച് ബൈക്കേഴ്സിനൊക്കെ. നല്ലൊരു കുത്തനുള്ള കയറ്റമാണ്. അയ്യപ്പം ഞാൻ പറഞ്ഞതേ, മൂന്നാർക്കൊക്കെ പോകുന്നവർ പ്രത്യേകിച്ച് ബൈക്കേഴ്സിനൊക്കെ ഒരു You are on the fastest route despite heavier than usual traffic.
ഞാൻ പറഞ്ഞു വന്നതേ, മൂന്നാറിലൊക്കെ പോകുന്നവർക്ക് ഈ വഴി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പ്രത്യേകിച്ച് ബൈക്കേഴ്സിന്. വലിയ തിരക്കുമില്ല. മൂന്നാർ റൂട്ട് ഏതായാലും ഇവിടെ നേരെ അടിമാലിലോട്ട് കണക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പോകുമ്പോഴേ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോൾ സൈഡ് നോക്കാൻ മറക്കരുത്. സൈഡിൽ ചിലപ്പം കുഴിയായിരിക്കും. നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ട കേട്ടോ, ചെറിയ രണ്ട് തോടാണ്. ഇതാണ് നമ്മൾ പല വീഡിയോസിലും കണ്ടില്ലേ, ബസ്സെല്ലാം കയറി ഇറങ്ങുന്ന തോട്. ആ തോടാണ് ഇവിടെ. ഇപ്പോൾ പാലം പണിതിട്ടുണ്ട്, പക്ഷെ പാലം കംപ്ലീറ്റ് ആയിട്ടില്ല. കയറി വരാനേ കുറച്ച് പാടാണ്. അവിടെ നിന്ന് വെള്ളച്ചാട്ടം ഒഴുകി വരുന്നുണ്ട്. ബൈക്കേഴ്സെല്ലാം ഇവിടെ സാഹസിക പ്രകടനം നടത്തുന്നുണ്ട് ഇവിടെ. ഇതാണ് പുതിയതായിട്ട് വെച്ച പാലം. ആ പാലത്തോട്ട് കയറാൻ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ കയറി വരാൻ കുറച്ച് പാടാണ്. കണ്ട് ഈ കാറ് കയറി വരുന്നുണ്ട്. ചെറുകാറൊക്കെ വരുമ്പോഴത്തേക്കുണ്ട് ഇവിടുത്തെ കയറി വരാനുള്ള സംവിധാനം വലിയ ശരിയല്ല. വേണ്ട, കറക്റ്റായിട്ടല്ല ഇട്ടിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്ത് വിടുവാണെങ്കിൽ നല്ലതായിരുന്നു. അതിൽ ഇത്രയും കയറി വരുമ്പോഴത്തേക്ക് ഇത്രയും ചെയ്തല്ല, അപ്പോൾ ഒരു ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്യണം നല്ലതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാനും പാടാണ്. പിന്നെ മേലേക്ക് നമുക്ക് ഫോട്ടോ ഇടും കേട്ടോ. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. തെന്നി വീഴായിരുന്നാൽ മതി. തെന്നി വീണ് കഴിഞ്ഞാൽ കാലൊടിയ സാധ്യതയുണ്ട്, കൈ ഓടിയ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ ഒഴുക്കിക്കൊണ്ട് പോകാൻ അത്ര ശക്തിയായ വെള്ളം ഇപ്പം ഇല്ല. സാഹസികരുടെ സാധ്യത തീർന്നില്ലെന്ന് തോന്നുന്നു. കയറിപ്പോവാണ്. പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി കയറിപ്പോന്നതാണ്. എന്ത് ബുദ്ധിമുട്ടിയാന്ന് തോന്നുന്നു. നോക്കിക്കേ, ചെറുവണ്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് അടി തട്ടാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടേ ചെളിയുമാണ്. കയറാൻ കുറച്ച് പോകാൻ കയറാൻ. നമ്മൾ ഈ പാലത്തിൻ്റെ അടി വന്നു കേട്ടോ. ഇതാണ് നമ്മൾ നിറയെ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ബസ്സെല്ലാം ഇറങ്ങി, ബസ്സും KSRTC എല്ലാം ഇറങ്ങി കയറി പോകുന്ന വഴി, തോട് ക്രോസ് ചെയ്ത്. അതാണ് ഈ സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി മാമലക്കണ്ടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വണ്ടി കിടക്കുന്നതുകൊണ്ട് പണിയാണ്. ഇവിടെ കാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്ക് ഭയങ്കര പാടാണ് കേട്ടോ. രണ്ട് സൈഡ് നല്ല കുഴിയാണ്. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ പണിയാണ്. ഇതിലാണെന്ന് തോന്നുന്നു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്ന്. നമുക്ക് ഏതായാലും പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. വഴി ഒന്നാമത്തെ വലിയ ഗുണമില്ല. പിന്നെ എപ്പോഴാണ് വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. സൈഡ് കൊടുക്കാനാണ് ഇടയില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ യാത്രയൊന്നും ഗൈസ് ഫുള്ള് ചെറിയ കുടുസ് വഴി ആയതുകൊണ്ട് ആകെപ്പാട പണിയാണ് ഗൈസ്. ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ടോ. ഓക്കെ, നമ്മൾ വഴിയിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തുകയാണ് കേട്ടോ. ആണ്ട് ആ മലയുടെ മേലേന്ന് കണ്ട കോട കയറുന്നുണ്ട്. കാരണം മൂന്നാറിലും വാഗമണിൽ കാണുന്ന അത്ര ഒന്നുമില്ല, എന്നാലും ചെറിയ തോതിലാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ കാണാൻ തോന്നുന്നു. ആ മലയുടെ മേലെ അത്യാവശ്യം കോട കയറി വിടുന്നുണ്ട്. ഉണ്ടോ, നല്ലൊരു സ്പോട്ടാണേ. നമ്മുടെ ചെറുക്കനവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, പാറപ്പൊക്കത്ത് ചെരിച്ച്. അതുപോലെ ഇതാണ്ടോ ആ മരത്തിൻ്റെ മേലെ കണ്ട ഒരു ഏറുമാടം കണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഫോറസ്റ്റിൻ്റെ വാച്ച് ടവർ എന്തെങ്കിലും ആയിരിക്കും. ഏതാണെന്ന് പോയി നോക്കാം എന്താണ് സെറ്റപ്പ്. പക്ഷെ അവിടെ ആരും ഇപ്പോൾ ഇല്ല. സൂപ്പർ അടിപൊളി ഏറുമാടം. എന്താ അടിപൊളിയല്ലേ. ഇവിടെ മുഴുവൻ പാറയാണ്.
ഇതാണ് നമ്മുടെ റോഡ്. ഇവിടെ പിന്നെ അത്യാവശ്യം ഇടയുണ്ട് കേട്ടോ, വണ്ടിക്ക് സൈഡ് ചേർത്ത് ഇടാനും ഒക്കെ. ഏറുമാടം കുറച്ച് പഴയ ഏറുമാടാന്ന് തോന്നുന്നു. ഇത് പോയിരിക്കുകയാണ്, മേൽക്കൂരയൊന്നും ഇല്ല. പണ്ട് ഫോറസ്റ്റുകാരൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. ഉണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്. ഏറുമാടം നമ്മുടെ പുറയിൽ, സൂപ്പറല്ലേ. അവിടെ നിന്ന് കയറാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ നമുക്ക് കയറാനൊന്നൊരു നിർവാഹമില്ല. ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കാൻ സാധ്യതയുണ്ട്. അതിന് പാറപ്പൊക്കത്തോടെ നമ്മൾ നടന്നു വരുന്നത്. അയ്യോ, മഴയൊക്കെ പെയ്തുകൊണ്ട് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്, അതാണ് പ്രശ്നമുള്ളൂ. കണ്ടോ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റായ ഒരു ഏരിയ കേട്ടോ. ചീവീടിൻ്റെ ഒക്കെ ഭയങ്കര സൗണ്ടാണ്. എന്താ പുറകിൽ മലയുടെ മേലെ ഇപ്പോൾ ഫുള്ള് കോടയായി. ഇത് നമ്മുടെ ചെറുക്കനെ അവിടെ പാറപ്പൊക്കത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഏറുമാടത്തിൻ്റെ അവിടെ നിന്ന് യാത്ര തുറന്നു കേട്ടോ. ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ കോൺക്രീറ്റ് റോഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ഏരിയയിലൂടെ അത്യാവശ്യം വണ്ടിക്ക് സൈഡ് കൊടുക്കുക ഇടയൊക്കെ ഉണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ എത്ര എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ല, വീഡിയോ അപ്രന്റീസിനെ വീഡിയോ എടുക്കാൻ വിട്ടേക്ക്. തെറി പറഞ്ഞ് ഓടിക്കാൻ സാധ്യതയുണ്ട് ഇന്ന്. ഇവിടെ ചെറിയൊരു തോടാണ് കേട്ടോ, കൈത്തോടാണ്. ഇവിടെ നല്ലൊരു അന്യായ കയറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് വണ്ടിയൊന്നും ഇറങ്ങി വരാതിരുന്നാൽ മതിയായിരുന്നു. കുഴിയും കാണരുത്. അവിടെ വണ്ടി കയറ്റൊക്കെ കയറി പോകും. അവിടുന്ന് വണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാണ് പ്രശ്നമുള്ളൂ. വഴി വലിയ മെച്ചമില്ല ആണ് കേട്ടോ. നല്ല കയറി വരുമ്പോഴേ കുഴിയാണ്. ഒറ്റ നല്ല വെല്ലുകയറ്റത്തിൻ്റെ അവിടെ ഭാഗത്തിന് വേറെ വണ്ടിയൊന്നും വന്നില്ല. ഇതിൻ്റെ മുന്നേ അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല പണി കിട്ടി. കറക്റ്റ് കയറ്റത്തിൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വന്നു. ഈ സമയത്ത് ബസ്സൊന്നും ഇല്ലാത്ത നന്നായി. ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോയത്. നമ്മുടെ പുറകെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് കേട്ടോ, നമ്മളെ ഫ്രണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഓപ്പോസിറ്റ് വണ്ടി വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു. വണ്ടി വന്നാൽ പണി കഴിഞ്ഞു. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. ആ കയറ്റത്തേക്ക് ഏതായാലും കട്ടറൊന്നും വന്നില്ല, കുഴികളൊന്നും വന്നില്ല. കയറി വന്നപ്പോഴത്തേക്ക് കുഴി വന്നേ. അതേതായാലും കുറച്ച് ഭാഗ്യമായി. ഈ ഒരു റൂട്ടിലെ ആകെയുള്ളൊരു കട ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ആനക്കട. എന്തെങ്കിലും കഴിക്കേണ്ടവർക്ക് ഇവിടെ കയറി കഴിക്കുകയോ ഉറപ്പോ എന്തെങ്കിലും ചെയ്യാം. ചായ സ്നാക്സൊക്കെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ, മേടിക്കണ്ട. ഇപ്പം സമയം എത്രയായിരുന്നു? 2 മണി. സമയം ഏകദേശം 2 മണിയായിപ്പോൾ. ഇപ്പോഴാണ് ഒരു ടാറിട്ട് റോഡ് കണ്ടത്. നമ്മൾ കറക്റ്റ് മാമലക്കണ്ടത്തിൻ്റെ അവിടെ വന്നു കേട്ടോ. മാമലക്കണ്ടം വെൽക്കം യു എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. ഫ്ലെക്സ്. മാമലക്കണ്ടം പള്ളി. ഇവിടെ ചെറിയ തോതിലുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചെറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ലഞ്ചൊക്കെ കിട്ടും. ചെറിയ വീട്ടിലൂണ് പോലത്തുള്ള സംഭവങ്ങളാണ്. ഗൈസ്, നമ്മളിപ്പോൾ മാമലക്കണ്ടത്തിലെ പ്രശസ്തമായ മാമലക്കണ്ടം സ്കൂളിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ട്, സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂളാണ്. അപ്രന്റീസ് സമ്മതിക്കുന്നില്ല. വെള്ളച്ചാട്ടം നേച്ചറായിട്ട് തന്നാന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കാം.
ഇതുണ്ട്, ഇതാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം, എറണാകുളം ജില്ല. വളരെ ഫേമസ് ആയ സ്കൂളും വെള്ളച്ചാട്ടവും. അടിപൊളിയല്ലേ. ജീപ്പ് സർവീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ജീപ്പ് സർവീസ് ഉണ്ട്, ഐസ്ക്രീം കാറുണ്ട്, തോതി കടികളും കാര്യങ്ങളൊക്കെ കിട്ടും. ചായ കടികളൊക്കെ കിട്ടും ഇവിടെ തൊട്ടടുത്ത് തന്നെ. ണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം. പക്ഷേ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് നന്നായിട്ടെല്ലാം കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു വെയിലുമുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. ഒരു മഴക്കാലം സൂപ്പറായിരിക്കും. ആ മലയുടെ മേലെ കണ്ട കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതിനകത്ത് എത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതാണ് അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഇതാണ് സ്കൂളിൻ്റെ ഫുള്ള് ഗ്രൗണ്ട്. അടിപൊളി ഗ്രൗണ്ടല്ലേ, അടിപൊളി സൂപ്പർ. ഇതിൻ്റെ ഫ്രണ്ട് ചെറിയ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കാൻ സൂപ്പറായിരിക്കും അല്ലേ. 7 ഫുട്ബോളൊക്കെ നടക്കുന്നത് അടിപൊളിയായിരിക്കും. ഇപ്പോഴാണ് നല്ല ക്ലൈമറ്റുമാണ്, ചെറിയ കാറ്റും ചെറിയ ചാറ്റമ്പഴയൊക്കെ ആയിട്ട്. പറഞ്ഞവരുണ്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം സ്നാക്സൊക്കെ കിട്ടാൻ പറ്റിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചായയും കടിയൊക്കെ കിട്ടും. സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ. നമ്മളിപ്പം ചെറിയ 2 മണിയായി സമയം. അപ്പോൾ വിശക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള കഞ്ഞിക്കട ഉണ്ട്, സ്കൂളിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ കഞ്ഞിക്കട കയറി കഞ്ഞി കുടിക്കാനാണ് ഞങ്ങൾ ഒരു കഞ്ഞി ഓർഡർ ചെയ്തുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളാമെങ്കിൽ രണ്ടാമതൊന്നോടാണ്, അല്ലെങ്കിൽ ഇവിടെ സ്നാക്സ് ഉണ്ട്, സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വാങ്ങാം. നമുക്ക് കഞ്ഞി വന്നു. കഞ്ഞി, ഉപ്പ്, കറിയുണ്ട്, ചമ്മന്തി ഉണ്ട്, ഒരു പയറുതോരനുണ്ട്, മാങ്ങയുണ്ട്, മാങ്ങാച്ചാറുണ്ട്. സുഖം. ലൊക്കേഷൻ മാമലക്കണ്ടൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. വെളിയിൽ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി, നല്ല കാറ്റും കോട ഇറങ്ങുന്നുണ്ടോ. അടിപൊളി. നമ്മൾ വളരെ പ്രശസ്തമായ മാമലക്കണ്ടം സ്കൂളും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടു. തൊട്ട് ഫ്രണ്ടിലത്തെ കടയിൽ നിന്ന് ഒരു കഞ്ഞിയും കുടിച്ച് ഒരു പഴംപൊരിയും കഴിച്ച്. സമയം ഏകദേശം 2:30 നല്ല മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു വാക്കിങ്ങിന് വന്നേക്കാന്ന് വെച്ചു. കുറച്ച് ദൂരം നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ മഴത്ത് നടക്കാൻ ദിവസമാണല്ലോ. ഇപ്പോൾ മഴ കുറഞ്ഞു, ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതേ പിന്നെ ചെറുതായിട്ട് ഉറച്ച് വരുന്നുണ്ട് മഴ. ലെഫ്റ്റ് സൈഡിൽ മലയും വെള്ളച്ചാട്ടവും കോടയും. ഇവിടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃഷിയൊന്നുമില്ല, വാഴയൊക്കെ തോന്നുന്നു. വാഴ കാണാം, കുരുമുളകുണ്ട്. അയ്യോ, ഇതാണ് വെള്ളച്ചാട്ടം, മാമലക്കണ്ടത്തിലെ വെള്ളച്ചാട്ടം. സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന വെള്ളച്ചാട്ടമാണിത്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജീപ്പുകാരെല്ലാം പോകുമായിരിക്കും, ഐഡിയ ഇല്ല. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്. എന്താ, എല്ലാം കൃഷിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഇതൊരു കപ്പലുമാവ് കണ്ട, കപ്പലുമാങ്ങ ഇല്ല. ചെറിയൊരു കപ്പലണ്ടി ഉണ്ട്, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇതേ വേറൊരെണ്ണം കാണാം. വേറൊരു കപ്പലുമാങ്ങ പഴുത്തില്ല, പച്ചയാണ്, ഉണ്ടായി വന്നതേ ഉള്ളൂ കേട്ടോ. ചക്ക, പ്ലാവ്, ചക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. സൂപ്പർ മഴയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മഴ. അപ്പോൾ മക്കളെ, അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരെ വണക്കം.